ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, ഈ ഒരു മഹത്തായ വേദിയിൽ നിങ്ങളുമായി എനിക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നാശം വിതക്കുന്ന ലിബറൽ ചിന്തകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എന്താണ് ലിബറലിസം? സർവ സ്വാതന്ത്ര്യമാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയം. അത് ധാർമ്മിക മൂല്യങ്ങളെ പൂർണ്ണമായി തകിടം മറിക്കുകയും മനുഷ്യന്റെ ആത്മാംശത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നു. 16-17 നൂറ്റാണ്ടുകളിൽ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാമ്പത്തിക ചിന്താധാരയാണിത്. യൂറോപ്യൻ നവോത്ഥാന കാലത്ത് സഭകളുടെ അധികാരങ്ങളെയും ജന്മിമാരുടെ കുടിയന്മാരോടുള്ള ക്രൂരതകളെയും രാജാക്കന്മാരുടെ ദൈവദത്ത അധികാരങ്ങളെയുമെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജോൺ ലോക്ക് എന്ന് പറയുന്ന ആ വ്യക്തി ഉയർത്തിക്കൊണ്ടുവന്ന ആശയമാണ് ലിബറലിസം എന്നുള്ളത്. അധികാരികളുടെ അക്രമത്തിനെതിരെയുള്ള കുത്തുവാൾ എന്ന നിലയ്ക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധേയമായി. പിന്നീട് ഈ ആശയം കൂടുതൽ വളർച്ചയിലെത്തുകയും പല ശാഖകളായി വിഭജിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ പ്രചാരം നേടിയ ക്ലാസിക്കൽ ലിബറലിസവും 20-ാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത നിയോ ലിബറലിസവും ഇതിൽ പ്രധാനമാണ്. ലിബറലിസത്തിന്റെയും നിയോ ലിബറലിസത്തിന്റെയും രാഷ്ട്രീയ തലത്തിനപ്പുറം വ്യക്തി താല്പര്യം, വ്യക്തി സ്വാതന്ത്ര്യം, മതധാർമ്മിക നിയന്ത്രണങ്ങളോടുള്ള കലാപം എന്നിങ്ങനെ തുടങ്ങിയ വ്യവസ്ഥകളിൽ നിന്ന് ഉൾക്കൊള്ളുന്ന രൂപങ്ങളെയെല്ലാം അംബ്രല്ല ടോം എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പൗര ജീവിതത്തിലും കുടുംബ സാമൂഹിക ബന്ധങ്ങളിലും മതത്തിന്റെയോ ഭരണകൂടത്തിന്റെയോ യാതൊരു ഇടപെടലും പാടില്ലെന്നും ഞങ്ങളെ സർവ്വസ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് അവർ ആഗോള തലത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആഗോള തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലിബറൽ ചിന്താഗതിക്ക് ഒരുക്കുന്ന എത്രയെത്ര കാരണങ്ങളാണെന്നത്. അതിനൊന്നാമതായി കാരണം തന്നെ നമ്മുടെ ക്യാമ്പസുകളിലെ സൗഹൃദങ്ങളാണ്. ഡിഗ്രി ഹയർ സെക്കൻഡറി പഠനകാലത്തുണ്ടാകുന്ന അതിരുവിട്ട ആൺ പെൺ സൗഹൃദങ്ങളും തുടർന്നുള്ള യാത്രകളും ലിവിംഗ് ടുഗദറിന് പ്രചോദനമാകുന്നു. പ്രേമകാപചാബല്യങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന തുടിക്കുന്ന ടീനേജ് പ്രായത്തിൽ എന്റെ ഇഷ്ട ജീവിതത്തിന്, എനിക്ക് തോന്നിയ വാസ്യങ്ങൾക്ക് എന്റെ എതിരെ നിൽക്കുന്നത് എന്റെ വിഘാതം, എന്റെ മതവും എന്റെ മാതാപിതാക്കളും എന്റെ പടച്ചവനുമാണെങ്കിൽ ഇവരെയൊന്നും എനിക്ക് വേണ്ട എന്ന സ്വതന്ത്ര ചിന്താഗതിയാണ് ഇന്ന് യുവാക്കളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് അതിരുവിട്ട സോഷ്യൽ മീഡിയ ബന്ധങ്ങളാണ്. സ്വയം എരിഞ്ഞെടുങ്ങുന്ന ഒരു തലമുറയാണ് ഇന്ന് സോഷ്യൽ മീഡിയ വഴി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ സകല വ്യവഹാരങ്ങൾക്കും അതിര് നിശ്ചയിക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. ലിബറലിസത്തെ മതാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 2 വൈരുദ്ധ്യങ്ങളാണ് മതവും ലിബറലിസവും. ധാർമ്മിക മൂല്യത്തിൽ അധിഷ്ഠിതമായ പുരോഗമനവാദത്തിലൂടെ പുരാണ ആശയമാക്കുകയാണ് ലിബറലിസം എന്നുള്ളത്. മതം ഊന്നൽ നൽകുന്നതെന്തും തെറ്റായ നിലപാടാണെന്നും മതം ഇടുങ്ങിയ ചിന്താഗതിയുള്ളതും മനുഷ്യനെ നിയന്ത്രണ ചട്ടക്കൂടിനുള്ളിൽ അടച്ചു പൂട്ടുകയാണെന്നാണ് ഇന്നിവർ ഉതിർത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്നത് വ്യത്യസ്തമായ വിവേക ബുദ്ധി കൊണ്ട് മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായവരാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കി പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഇതുവഴി സാധ്യമാകുന്നു. എന്നാൽ ഇതിനെയെല്ലാം, ഈ ചിന്തകളെല്ലാം മാറ്റി എഴുതിക്കൊണ്ട് ഇന്ന് മറ്റു ജീവജാലങ്ങളെക്കാൾ അധംപതിച്ചു പോവുകയാണ് ഇന്നത്തെ സമൂഹം. മൈ ലൈഫ് മൈ ചോയ്സ് എന്ന വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും എവിടെയാണ് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒന്നുള്ളത്? നാം നമ്മുടെ മാതാപിതാക്കൾ മുതൽ നമ്മുടെ പേര്, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ദൈനംദിന കാര്യങ്ങളിലെ ശീലങ്ങളൊക്കെയും നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചതാണോ? അല്ല. പിന്നെയോ നമ്മളാക്കിയ ദൈവവും കുടുംബവും ഒന്നും ഇല്ലെന്ന് വിളിച്ചു കൂവുന്ന യുക്തിവാദങ്ങളെ മണ്ടത്തരമായത് എങ്ങനെയാണ് കാണാനാവുക? ഇന്ന് നമ്മുടെ വീടുകളിലെ കുടുംബ സാമൂഹിക ബന്ധങ്ങളിലും വിവാഹങ്ങളിൽ, സൽക്കാരങ്ങളിലും പെണ്ണിനും ആണിനും വ്യത്യസ്തമായ മറ ഒരുക്കുക എന്നത്, ഭക്ഷണപ്പുര ഒരുക്കുക എന്നതാണ് ഇസ്ലാമിലെ പൊതുരീതി. എന്നാൽ ഇതിനെയെല്ലാം ഇന്ന് ലിബറൽ വാദക്കാർ ഇതിനൊക്കെ തച്ചുടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത്രയും ഈ കാലത്ത് ഇതെല്ലാം സ്വാഭാവികമല്ലേ?
എന്നൊക്കെയുള്ള പ്രകോപനവും എന്നാൽ ലളിതമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം, ഒന്ന് കണ്ടുപോയാൽ ഗർഭമുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതൊന്നും ചെറിയ ചോദ്യങ്ങളല്ലെന്നും വലിയ കുഴികളിലേക്കുള്ള ചെറുവാതിലുകൾ തുറക്കുകയാണെന്ന് പൊതുസമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുകയും വേണം. ഇതിനെല്ലാം ഇബ്ലീസ് ആദ്യം തന്നെ മനസ്സിലാക്കി മുളയിലെ നുള്ളിക്കളയുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്നുള്ളത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാൻ നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.